ധാരാളം തടസ്സങ്ങൾ പറയുന്നുണ്ട് അല്ലേ. ആദ്യത്തെ തടസ്സം പരീക്ഷണങ്ങൾ പലതും ഉണ്ടാവും. നമ്മൾക്ക് എത്ര ദൃഢതയുണ്ട് എന്നറിയാൻ വേണ്ടി പല വിധത്തിലുള്ള ഈശ്വര മാർഗത്തിലേക്കാണ് പോണത്. എന്തിനാണ്? ആ ഭക്തി ഉണ്ടായാലേ ഈശ്വരനെ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആ മാർഗം ഈശ്വര കാര്യത്തിന് വേണ്ടിയിട്ട്, ഈശ്വരനെ ലഭിക്കാൻ വേണ്ടി ഈശ്വരൻ സീതയെ അവിടെ കൊണ്ടുവന്ന് കൊടുത്താൽ എന്താണ്ടാവുക? ശ്രീരാമചന്ദ്രപ്രഭുവിന് സന്തോഷമാവും അല്ലേ. അപ്പോൾ ആ ശ്രീരാമചന്ദ്രപ്രഭു സന്തോഷിക്കുക, ഭക്തി കൊണ്ട് മാത്രമേ സന്തോഷിക്കുള്ളൂ എന്ന് പലപ്പോഴും പറയുന്നുണ്ട്. അപ്പോൾ ആ ഭക്തിയുടെ ഒരു പര്യായം തന്നെയാണ് സീതാദേവി. അപ്പോൾ സീതയെ കൊണ്ടു കൊടുക്കാൻ അങ്ങനെ പോണ സമയത്ത് ആദ്യം പല വിധത്തിലുള്ള വിഗ്രഹങ്ങളും വരികയാണ്. അതിൽ നിന്നൊക്കെ പരീക്ഷണങ്ങൾ വരികയാണ്. ആ പരീക്ഷണങ്ങൾ വിജയിച്ച് പോകുമ്പോൾ പിന്നെ എന്താണ്ടാവണേ? പിന്നെ പല ആൾക്കാരും അല്ലേ, നമ്മൾ പല വിധത്തിൽ പലരും പറയും അമ്പലത്തിലേക്ക് പോകുന്ന സമയത്ത് വരുമെന്നേ, ഇവിടെ കയറി ഇരുന്നിട്ട് പോവാം, ചായ കുടിച്ചിട്ട് പോവാം, അത് അങ്ങനെ പറഞ്ഞ് പലരും നമ്മളെ ആ മാർഗത്തിലൂടെ